നമസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥന മറന്നുപോയി, അല്ലെങ്കിൽ ഫാത്തിഹയ്ക്ക് ശേഷമുള്ള സൂറത്ത് അത് ഓതാൻ മറന്നുപോയി. അങ്ങനെ മറന്നുപോയാൽ മറവിയുടെ സുജൂദ് അഥവാ സുജൂദു സഹ്വ് അത് നിർവഹിക്കേണ്ടതുണ്ടോ? അതല്ല വാജിബായ കാര്യങ്ങൾ മറന്നാൽ മാത്രമാണോ മറവിയുടെ സുജൂദ് നിർവഹിക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിൽ പൊതുവായി അറിയപ്പെട്ട ഒരു തത്വമുണ്ട്. ആ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിഷയം വളരെ എളുപ്പമാണ്. എന്താണതിലെ തത്വം? നമസ്കാരത്തിൽ വാജിബായ ഒരു കാര്യമാണ് മറന്നു പോകുന്നതെങ്കിൽ മറവിയുടെ സുജൂദ് വാജിബാണ്, നിർബന്ധമാണ്. കാരണം നമ്മളോട് മറന്നുപോയത് നമസ്കാരത്തിലെ നിർബന്ധമായൊരു കാര്യമാണ്, വാജിബായൊരു കാര്യമാണ്. അപ്പോൾ വാജിബായ ഒരു കാര്യം മറന്നുപോയാൽ മറവിയുടെ സുജൂദും വാജിബാണ്, നിർബന്ധമാണ്. എന്നാൽ സുന്നത്തായ ഒരു കാര്യമാണ് മറന്നുപോയതെങ്കിൽ അത് സുന്നത്തല്ലേ, അതുകൊണ്ട് എന്തിനാണ് മറവിയുടെ സുജൂദ് എന്ന് വിചാരിക്കരുത്. മറിച്ച് സുന്നത്തായ ഒരു കാര്യമാണ് മറന്നുപോയതെങ്കിൽ മറവിയുടെ സുജൂദ് അവിടെ സുന്നത്താണ്, നല്ലതാണ്. അതുകൊണ്ട് സുന്നത്തല്ലേ എന്ന് വിചാരിച്ച് ഒഴിവാക്കേണ്ടതില്ല. എന്നാൽ ഒരാൾ ചെയ്തിട്ടില്ലെങ്കിലോ അയാളുടെ മേൽ കുറ്റവുമില്ല. കാരണം മറന്നുപോയത് തന്നെ യഥാർത്ഥത്തിൽ സുന്നത്താണ്, നിർബന്ധമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ സുജൂദ് ചെയ്യുക എന്നുള്ളതും അപ്പോൾ നിർബന്ധമല്ല. അപ്പോൾ നിർബന്ധമായതാണ് മറന്നതെങ്കിൽ മറവിയുടെ സുജൂദ് നിർബന്ധമാണ്, സുന്നത്തായതാണ് മറന്നുപോയതെങ്കിൽ മറവിയുടെ സുജൂദ് സുന്നത്താണ്. അപ്പോൾ നാം നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഉത്തരം എളുപ്പമായി. നമുക്കറിയാം, നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥന അത് നിർബന്ധമല്ല, സുന്നത്താണ്. അത് മറന്നുപോയാൽ മറവിയുടെ സുജൂദ്, പൊതുവേ അത് നിർവഹിക്കുന്ന ഒരാളോടാണ് മറന്നുപോയതെങ്കിൽ അയാൾക്ക് മറവിയുടെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അതേപോലെ തന്നെ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുക എന്നുള്ളത് അത് സുന്നത്തായ ഒരു കാര്യമാണ്. ഒരാൾ പതിവായി അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളോട് അത് മറന്നുപോയാൽ അയാൾക്ക് മറവിയുടെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഈ വിഷയത്തിൽ മഹാപണ്ഡിതനായ ആധുനിക കാലഘട്ടത്തിലെ ഫഖീഹ് എന്നറിയപ്പെടുന്ന അശ്ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയ ഉത്തരം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇദാ തറക്കൽ ഇൻസാനു ഷൈഅൻ മിനൽ അഖ്വാലി അവിൽ അഫ്ആലിൽ മുസ്തഹബ്ബത്തി നിസിയാനൻ, ഒരു വ്യക്തി നമസ്കാരത്തിൽ സുന്നത്തായ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയോ വിട്ടുപോയാൽ വകാന മിൻ ആദതിഹി അൻ യഫ്അലഹു, അയാൾ പൊതുവേ ആ സുന്നത്ത് എടുക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആ വ്യക്തിയോട് അത് വിട്ടുപോയാൽ, ഉദാഹരണത്തിന് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോതൽ പതിവായി ചെയ്തു വരുന്ന ഒരാളോട് സൂറത്തോതാൻ മറന്നുപോയാൽ ഫഇന്നഹു യുശ്റഉ അൻ യസ്ജുദ ജബ്റൻ ലിഹാദൻ നഖ്സ് അല്ലദീ ഹുവ നഖ്സു കമാൽ ലാ നഖ്സു വാജിബ്. അങ്ങനെ ഒരു വ്യക്തി പതിവായി ചെയ്യുന്ന ഒരു സുന്നത്ത് വിട്ടുപോയാൽ അയാൾക്ക് സഹുവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അതൊരു വാജിബ് വിട്ടുപോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിൻ്റെ കമാലിൽ കുറവ് വന്നു, പൂർണ്ണതയിൽ കുറവ് വന്നു. കാരണം ആ സുന്നത്തായ കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് നമസ്കാരത്തിൻ്റെ ഒരു പൂർണ്ണത ലഭിക്കുന്നത്. ആ പൂർണ്ണതയിൽ വന്ന കുറവ് എന്നുള്ള അർത്ഥത്തിൽ ആ വ്യക്തിക്ക് സുജൂദ് ചെയ്യാവുന്നതാണ്, അത് നല്ല കാര്യമാണ്. അതിന് അദ്ദേഹം തെളിവായി പറയുന്നത് ലി ഉമൂമി ഖൗലിഹി ഫിൽ ഹദീസ്, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറയുന്നത് ഇപ്രകാരമാണ്, ലികുല്ലി സഹുവിൻ സജദതാൻ, ഓരോ മറവിക്കും 2 സുജൂദുണ്ട്. അവിടെ വാജിബെന്നോ സുന്നത്തെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേർതിരിച്ചു പറഞ്ഞില്ല. അതേപോലെ തന്നെ ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ നസിയ അഹദുക്കും ഫലിയസ്ജുദ് സജദതൈൻ, നിങ്ങളിൽ ഒരാൾ വല്ലതും നമസ്കാരത്തിൽ മറന്നുപോയാൽ 2 സുജൂദ്, മറവിയുടെ സുജൂദ് ചെയ്യണം. ഫഇന്ന ഹാദാ ആമുൻ, അപ്പോൾ ഇത് പൊതുവായ ഒരു കൽപ്പനയാണ്. അപ്പോൾ ഇവിടെ മറന്നുപോയാൽ എന്നേ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വാജിബ് മറന്നുപോയാൽ തീർച്ചയായും സഹുവിൻ്റെ സുജൂദ് ചെയ്യണം. എന്നാൽ സുന്നത്തായ കാര്യങ്ങൾ മറന്നുപോയാലും സഹുവിൻ്റെ സുജൂദ് വളരെ നല്ലതാണ്. എന്നാൽ സുന്നത്തായ കാര്യം മറന്നുപോയിട്ട് ഒരാൾ സഹുവിൻ്റെ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അയാളുടെ നമസ്കാരത്തെ ബാധിക്കുന്ന കാര്യവുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കാഴ്ചയോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന ആളുകളിൽ നാം എവരെയും പ്രതി അനുഗ്രഹിക്കുമാറാകട്ടെ.